ഇന്ന് ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയ ഒരു ബ്രെഡ് സാൻഡ്വിച്ചാണ്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ വെജിറ്റബിളിൽ ചെയ്യാം, മുട്ട വെച്ചിട്ട് മാത്രം ചെയ്യാം, അല്ലെങ്കിൽ ഇറച്ചിയിലോ മീനിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഞാനൊരു മിക്സ്ഡാണ് ആക്കിയിരിക്കുന്നത്. അതിന് വേണ്ടി ആദ്യം ഞാൻ മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. വാങ്ങുന്നതിനേക്കാളും നല്ലത് ഏറ്റവും ബെറ്റർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. അത്രയും നല്ല വിശ്വാസമുള്ള മയോണൈസ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുക. വേവിച്ചെടുത്ത 3 പീസ് ബീഫ് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ എടുക്കാം. ഇനി നമുക്ക് മുട്ട നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. പുഴുങ്ങിയ മുട്ട ഇതാ ഈ രീതിയിൽ നമുക്ക് ഉടക്കണം. അതുപോലെ ബീഫ് പീസും ഇങ്ങനെ പിച്ചിയെടുക്കണം. ഇനി ഈ കൂട്ടിലേക്ക് നമുക്ക് ഒരു ചെറിയൊരു സവാള അരിഞ്ഞെടുക്കണം. ചെറിയ സവാള മതി, വളരെ നേർത്ത രീതിയിൽ അരിഞ്ഞാലാണ് നല്ലത്. അതിലേക്ക് നമ്മുടെ ആവശ്യത്തിന് ഞാനൊരു 3-4 പച്ചമുളക് എടുത്തിരിക്കുകയാണ്, അത് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. 8 പീസ് ബ്രെഡ് കൊണ്ട് 4 സെറ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരളവാണ് ഇത് കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ബീഫ് ഉപ്പിട്ട് വേവിച്ചതാണെങ്കിൽ ഉപ്പിൻ്റെ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട നമ്മുടെ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കണം. ഗരം മസാലപ്പൊടി ഇതിന് വളരെ ടേസ്റ്റ് കൊടുക്കും. ഒരല്പം മതി കേട്ടോ. വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. എൻ്റേതായ സ്പെഷ്യൽ മസാലക്കൂട്ടിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് ഞാൻ കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മയോണൈസ് ഒഴിച്ച ശേഷം നമുക്ക് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. എൻ്റെ അടുത്ത് തീരാനായിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഉണ്ടാക്കുവാണെങ്കിൽ കൂടുതൽ ബെറ്റർ ആയിരിക്കും, പക്ഷേ കൂടുതൽ നാൾ നിൽക്കില്ല എന്ന് മാത്രം. നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം കേട്ടോ. വളരെ കുറഞ്ഞ അളവിലാണ്. അതിൻ്റെ ഒരു കളർ ചേഞ്ചിന് വേണ്ടി മാത്രമാണ്. ഒരുപാട് ഇട്ടേക്കല്ലേ, കാരണം ഇത് മസാല ഇനി വേവാനില്ല. നമ്മൾ ബ്രെഡാണ് മുരിച്ചെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് മഞ്ഞളിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഒരു പച്ചപ്പ് മണം ഉണ്ടാവും. ഞാൻ ആദ്യം തന്നെ 2 സെറ്റാണ് ചെയ്യുന്നത്. അതിന് വേണ്ടി 4 പീസ് ബ്രെഡ് എടുത്തിരിക്കുകയാണ്. 1 പീസ് ബ്രെഡിൻ്റെ മുകളിലായി 1 ടേബിൾ സ്പൂൺ മസാല ഇട്ട് കൊടുത്തിട്ട് അതിങ്ങനെ എല്ലാ ഭാഗത്തേക്കും പരത്തിയെടുക്കുകയാണ്. ഇനി അതിൻ്റെ മുകളിലായി 1 പീസ് ബ്രെഡ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. വളരെ സോഫ്റ്റായിട്ട് പ്രസ് ചെയ്താൽ മതി. ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് ബട്ടർ വെച്ച് കൊടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ആ പാനിലേക്ക് ഇറക്കി കൊടുക്കണം. കുറഞ്ഞ തീയിൽ വെച്ചാൽ മതി. പിന്നെ അത് മറിച്ചിടുന്നതിന് മുമ്പായി മറുവശത്തും കൂടി നമുക്ക് ബട്ടർ വെച്ച് കൊടുക്കണം. അതിനിടയിൽ ഞാൻ വീണ്ടും വേറൊന്ന് സെറ്റ് ചെയ്യാണ്. ബ്രെഡ് വെച്ചിട്ട് മസാല ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഞാൻ അതിന് മുകളിൽ ഇതുപോലെ ബട്ടർ വെച്ച് കൊടുക്കും. ഇതുപോലെ 4 സെറ്റുകളും തയ്യാറാക്കാം. 4 സെറ്റിന് 1 മുട്ടയും 3 പീസ് ബീഫും മതി. ചിക്കൻ ആണെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ ഉപയോഗിക്കാം, വളരെ ടേസ്റ്റിയാണ്. ഇതുപോലെ അതും മുരിച്ചെടുക്കാം. എനിക്കിപ്പോൾ 2 സെറ്റിൻ്റെ ആവശ്യമുള്ളൂ, അതുകൊണ്ട് ഞാനത് മാത്രമേ ചെയ്തുള്ളൂ. ബാക്കി ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ്. ശ്രദ്ധിക്കാം. 4 പേർക്കുള്ളത് 1 മുട്ടയും കുറച്ച് ബീഫ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചിക്കൻ എടുക്കാം, ഇഷ്ടമുള്ള എടുക്കാം, മട്ടൻ എടുക്കാം, താറാവ് എടുക്കാം. വളരെ ടേസ്റ്റി ആയിരിക്കും. ഗരം മസാല പൊടിയും ശ്രദ്ധിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.